കശ്മീർ പോയി. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലേക്ക് തന്നെ ലോഡ് കിട്ടണ്ടേ? ആ, എന്നാലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. അല്ലാതെ മുംബൈ വരെ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വരുമോ? അല്ല, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ദിവസം അവിടെ കിടക്കേണ്ടി വരില്ലേ? കേരളത്തിലേക്ക് തന്നെ നമ്മൾ നോക്കും. ഇനി കേരളത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു, കേരളത്തിലേക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ, ഒന്നെങ്കിൽ കർണാടകയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാടോ എങ്ങോട്ടോ എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് വരാം. അപ്പം കുറച്ച് ടൈം എടുക്കും. അന്നേരം ഒരു 2-3 ദിവസം കൂടെ ലേറ്റ് ആവും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസം അവിടെ കൊണ്ട് ലോഡ് ഇറക്കി കഴിഞ്ഞ് പിന്നെ അടുത്ത അവിടുന്ന് ലോഡ് കയറ്റി അങ്ങനെ വരാനുള്ള ഒരു സമയം എടുക്കും. അടുത്ത ലോഡ് കിട്ടാനൊക്കെ കശ്മീരിൽ നിന്നാണെങ്കിൽ പോലും ചിലപ്പം ഇങ്ങോട്ടേക്ക് ചെന്നോടനെ തന്നെ ഒരു ട്രിപ്പ് കിട്ടിയെന്ന് വരില്ലല്ലോ. കിട്ടണമെന്നൊന്നുമില്ല. അത് എവിടെ ചെന്നാലും ചിലപ്പം ഇന്നിപ്പോൾ കൊണ്ട് ലോഡ് ഇറക്കിയെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഹാൾട്ട് ആവും. 2-3 ചിലപ്പോൾ അതിൽ കൂടുതലും 8, 10, 15 ദിവസമൊക്കെ ചില സമയങ്ങളിൽ ലോഡ് കിട്ടാതെ കിടക്കും. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ വണ്ടി ഓട്ടോയിലാണ് കിടക്കും. നിങ്ങളുടെ ഡ്രൈവർ വെറുതെ പൈസ കൊടുക്കണ്ടല്ലേ? ഡ്രൈവർക്ക് അങ്ങനല്ല, പിന്നെ ഓടുന്ന അനുസരിച്ചാണ് ഡ്രൈവർക്ക് പേയ്മെന്റ്. ആണോ? അത് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ മാസശമ്പളമാണ്. ആണോ? അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും ഈ ലോറി വ്യവസായം നല്ലപോലെ പച്ച പിടിക്കാത്ത തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ നല്ലപോലെ പോകാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർക്ക് പേയ്മെൻറ്റ് കൂടുതലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ. അതെന്ന് വെച്ചാൽ വാടകയുടെ ഇത്ര %, 15%, 16%. അതെ, ശരി. 1,00,000 രൂപയ്ക്കാണെങ്കിൽ 15,000, 16,000 രൂപ ഒക്കെ രണ്ട് ഡ്രൈവറുടെ പേയ്മെൻറ്റാണ്. അതേസമയം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം മാസശമ്പളമാണ്. ഓക്കെ. ഇപ്പം നമ്മുടെയൊക്കെ വണ്ടിയിൽ ഒരു മാസം ഇടുന്നവർക്ക് ഒരു 2 ഡ്രൈവർമാരുണ്ടെങ്കിൽ ഒരു 75,000, 80,000 രൂപ ഒരു മാസം കറക്റ്റായിട്ട് വണ്ടി ഓടുവാണെങ്കിൽ സാലറി ഉണ്ടാവും. അതേസമയം അത് ഒരു മഹാരാഷ്ട്ര വണ്ടിയോ അല്ലെങ്കിൽ കർണാടകയിലുള്ള വണ്ടിയോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിലുള്ള വണ്ടിയിൽ കൂടി വന്നാൽ അതൊരു 30,000 രൂപ, 35,000 രൂപ വരുള്ളൂ. അത് അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ റൂളാണ്. അവിടെ അവർക്ക് അത്രേ ഉള്ളൂ സാലറി, അതാണ്. ശരി. അപ്പോൾ അതുകൊണ്ടാണ് നോർത്തിലേക്ക് ലോറികൾ കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ മാസം നമുക്ക് ഒരു 50,000 രൂപ ഒരു വണ്ടിയെ വ്യത്യാസം വരുമ്പം അല്ലെങ്കിൽ ഒരു 40,000 രൂപയുടെ വ്യത്യാസം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ടി എത്ര രൂപയായി? അപ്പോൾ ഇത് നല്ല രീതിയിൽ അവിടെ പോകും. സാലറി കുറവായുണ്ട്, നമ്മുടെ ഇവിടെ സാലറി കൂടുതലാണ്. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അപ്പം ഈ സാലറി മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഈ ടോള് വലിയൊരു ഫാക്ടർ അല്ലേ? അതെ, പിന്നെ ടോള് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആവറേജ് ഒരു ദിവസം 30,000, 40,000 രൂപ ടോള് എല്ലാ വണ്ടികൾക്കും കൂടി. ഓക്കെ, അത്രയ്ക്ക് ടോൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടോൾ പാതാൻ 600 രൂപ, 700 രൂപ, 800 രൂപ. നമ്മൾ കാറിന് തന്നെ 150 രൂപ. അത്ര പൈസ ആകുന്നത്. പിന്നെ ആക്സിൽ കൂടുന്നതനുസരിച്ചൊക്കെ ടോൾ. അതെ, അതായത് 4, അതായത് 3 ആക്സിൽ വരെ ഒന്ന്, പിന്നെ 4 തൊട്ട് 6 വരെ അങ്ങനെ ഓരോ കാറ്റഗറിയാണ്. ഇപ്പം നമ്മളിപ്പം ബോംബെ പൂനെ എക്സ്പ്രസ് വേയിൽ 2,300 രൂപ എങ്ങാണ്ടാ ഒരു 12 വീൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകണമെങ്കിൽ ടോള് ഭയങ്കര എമൗണ്ട് വരുന്നുണ്ട്. 9 രൂപ എങ്ങാണ്ട് മറ്റേ നമ്മുടെ പിന്നെ ബോംബെ ഡൽഹി എക്സ്പ്രസ് വേ ഉണ്ടല്ലോ, അതിൽ 1 കിലോമീറ്ററിന് 9,000 രൂപ എങ്ങാണ്ടാണ് ലോറി പോകുന്നതിന്, 12 വീൽ വണ്ടി പോകുന്നതിന് 1 കിലോമീറ്റർ ഓടണേ അത്രയും ചാർജ്. പക്ഷേ എന്നാലും ടോൾ കൊടുത്താലും എൻ്റെ അഭിപ്രായത്തിൽ വഴി നല്ലതാണെങ്കിൽ ടോൾ കൊടുത്താലും നഷ്ടമില്ല. എന്നുവെച്ചാൽ ഡീസൽ മൈലേജ് കിട്ടും, വണ്ടിക്ക് വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, സമയലാഭം, ട്രാഫിക്കില്ല, പിന്നെ റിസ്ക്കും കുറവ്. എന്നുവെച്ചാൽ ഈ തിരക്കുള്ള വഴിയിൽ അപകടങ്ങൾക്ക് സാധ്യത കൂടുതൽ. ഇതെന്ന് പറഞ്ഞാൽ അത്ര ഇതില്ല. അങ്ങനെ കുറേ ഇതുണ്ട്.